ഹലോ, ആദ്യമായിട്ട് വലിയൊരു സന്തോഷം പറയട്ടെ. നമ്മുടെ ഫാമിലി കുറച്ചും കൂടി അങ്ങോട്ട് വലുതായി. അതിനൊരുപാട് താങ്ക്സ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിനോട് വന്നേക്കാണ്. ഇത്തവണ നമ്മുടെ സ്ഥലം ഈ സ്ഥലം എവിടെയാ? ചെമ്പെങ്കിൽ ചെമ്പ്. സീരിയസ്ലി നമ്മൾ ചെമ്പിലാണ് വന്നേക്കുന്നത്. പേരെനിക്കറിയാൻ പാടില്ല കേട്ടോ. പേര് ഞാൻ എന്തായാലും പറയാം. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പലൈക്കരി ഫിഷ് ഫാം അക്വ ടൂറിസം എന്നാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ വന്നത്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം എന്തായാലും. നമ്മൾ വന്ന സമയം നല്ല വെയിലുള്ള സമയം തന്നെയായിരുന്നു. ഇവിടെ ഇപ്പം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. ഫെഡൽ ബോട്ടിങ്, റോ ബോട്ടിങ്, പിന്നെന്താ പറയുക ഫിഷിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ വേമ്പനായിട്ട് കായലിൻ്റെ മനോഹരമായിട്ടുള്ള നല്ല വ്യൂ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിക്കുടുക്കുകളെ കൊണ്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ചങ്ങ് നീട്ടി പിടിച്ച് നടന്നു കേട്ടോ. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. ഈ പറഞ്ഞു കഴിഞ്ഞ പോലെ എന്താ പറയുക, അതും ഒരു രസം തന്നെയാണല്ലോ. എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം ഉണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ബട്ടർഫ്ലൈസിനെ ഇത്രയും ഭംഗിയിൽ കാണുന്നത്. അത് മാക്സിമം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടിപ്പട്ടാളങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു, പക്ഷെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് വേ കൂടി നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസം തന്നെയായിരുന്നു. പിള്ളേർക്കും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫാമിലിയായിട്ടും കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണിത്. രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെയാണ് നമുക്കിവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് 300 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇൻക്ലൂഡിങ് ഫുഡ് അടക്കമാണ് നമ്മുടെ കയ്യിൽ നിന്ന് 300 വാങ്ങിച്ചത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി അവിടെ നിന്ന് വാങ്ങാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കല്ലുമ്മക്കായ കാണുന്നത്. അതാണ് കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ അല്ല മോനെ, അത് കല്ലുമ്മക്കായ. ആക്ച്വലി ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്. സോ ഫൈനലി നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ശില്പം നാട്ടിൽ വന്നപ്പോൾ തുടങ്ങി പറയുന്ന കാര്യമാണ് ഹരിതവും പച്ചപ്പും കാണുക എന്നുള്ളത്. വേമ്പനാട്ടുകായലിന്റെ ഹരിതവും പച്ചപ്പും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കണ്ടോ. ഫുഡെന്ന് കേട്ടപ്പോഴേ ആദ്യം പിടിച്ച് ഓടുകയാണ് ഗായ്സ് ശില്പ സ്റ്റീഫൻ. താങ്കൾക്കുള്ള ഫുഡില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പച്ച പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആണ്. മിന്നായം പോലെ സെറ്റാക്കി അപ്പച്ചൻ പറഞ്ഞത് അപ്പച്ചൻ മിന്നായം പോലെ കാണിക്കാനാണ്. അത് നോക്കട്ടോ. അങ്ങനെ ഞങ്ങള് അപ്പച്ചനെയൊക്കെ മിന്നായം പോലെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങള് നേരെ തന്നെ ഫുഡ് കഴിക്കാനാ പോയെ. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം ഓടിപ്പോന്നു. ഞാൻ നോക്കിയില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. മിന്നുകുട്ടിക്ക് സീ ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നല്ല വിഷമമായി. സാരമില്ല, നമുക്കത് പിന്നെയാണെങ്കിലും കഴിക്കാം. അങ്ങനെ മിന്നുകുട്ടീനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നടക്കാനിറങ്ങി കേട്ടോ. അതെന്തോ ഒരു അപശബ്ദം. ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ബേബിജി സോ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. വ്യവസായിച്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല വെയിലായിരുന്നു. എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞ സ്ഥലത്തിനെ കുറച്ച് അത്രയ്ക്കും കൂടെ വശം പോരാട്ടോ. നമ്മുടെ ഗൈഡ് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ലേ ഇത് എന്താ സംഭവം എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഓക്കെ. എന്താണ് ഇത് നോക്കിയാൽ മതി. പാക്കേജ് നോക്കണ്ട, ഇതൊക്കെ നോക്കാം.
അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ.